ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പരിണാമങ്ങളുടെയും സൂക്ഷ്മമായ പ്രതിഫലനം സിനിമകളിൽ കാണാൻ കഴിയുമെന്ന് പ്രസിദ്ധ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ബിപിൻ ചന്ദ്രൻ പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജ് മലയാള വിഭാഗം റവറന്റ് ഫാദർ PF കുര്യാക്കോസ് പാറപ്ലാക്കൽ ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിനും കാഴ്ചപ്പാടുകൾക്കും കാലാനുസൃതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ ചലച്ചിത്ര സങ്കല്പങ്ങളെയും ആഖ്യാന രീതികളെയും സ്വാധീനിക്കുമെന്നും അതുകൊണ്ടാണ് പല കാലങ്ങളിൽ പലതരം ചലച്ചിത്ര സംസ്കാരം രൂപപ്പെടുന്നതെന്നും ബിപിൻ ചന്ദ്രൻ സൂചിപ്പിച്ചു. അങ്ങനെ പാട്ട് പ്രധാനമായിരുന്നു ഒരു കാലം. ഇവിടേക്കാണ് ഇപ്പോൾ നീലക്കുയിൽ പോലെയുള്ള പടങ്ങൾ വരുന്നത്. വടക്കൻ മലബാറിലും തെക്കൻ മലബാറിലും ഒക്കെ ഒരുപോലെ കൂടുന്ന പടങ്ങൾ വരും. ഈ പടങ്ങളുടെയൊക്കെ ഭാഷ ശ്രദ്ധിച്ചാൽ നിങ്ങൾ റിയലിസത്തെ പറ്റിയും നിയോ റിയലിസത്തെ പറ്റിയും ഒക്കെ പഠിക്കുന്നുണ്ടാകും സിലബസിൻ്റെ ഭാഗമായിട്ട്. DCPയുടെ റിയലിസമൊക്കെ സത്യേന്ദ്ര റായിലൂടെ അല്ലെങ്കിൽ അന്നത്തെ കോളേജ് വിദ്യാർത്ഥികളിലൂടെ രാംദാസിൻ്റെ ന്യൂസ് പേപ്പർ ബോയിലൂടെ നീലക്കുയിലൂടെ ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ റിയലിസ്റ്റിക് ആണെന്നാണ് ധരിച്ചു വെച്ചത്. നിരക്കുന്ന സംഭാഷണം എടുക്കുന്നത് വായിച്ചു നോക്കിയാൽ ഭയങ്കര കൃത്രിമമാണ്. അപ്പോൾ അന്നത്തെ നീലക്കുയിൽ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഹിറ്റായിട്ടുള്ള പല പടം വാഴമായോ ജീവിതം നോക്കുകയോ ഒക്കെ പരിശോധിക്കുമ്പോൾ ക്യാരക്ടേഴ്സ് സംസാരിച്ചിരുന്നത് മറ്റൊരു ഭാഷയിലാണ്. ഏറ്റവും റിയലിസ്റ്റിക് എന്ന് വാഴ്ത്തപ്പെടുന്ന നീലക്കുയിലിൽ പോലും പി ഭാസ്കരൻ്റെ വരികളിലൂടെ ഏറ്റവും നല്ല വരികൾ മലയാളത്തിലുള്ള വരികളുടെ വിഷയമാണ്. പി ഭാസ്കരന് ശേഷം നിലാവിനെയൊക്കെ എന്തൊരു കുളിർമയാണെന്ന് ജലപ്പറ്റ നാരായണ മാഷ് പറഞ്ഞ വളരെ സത്യമാണ്. നിലാവിനെയൊക്കെ മലയാളിയുടെ ഒരു സ്വപ്നമാക്കി മാറ്റിയതിൽ പി ഭാസ്കരൻ്റെ വരികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അങ്ങനെ എഴുതിയ പി ഭാസ്കരൻ എഴുതിയിട്ടുള്ള വരിയിൽ പോലും കടുകട്ടി പദങ്ങൾ കിടന്നിട്ട് നിലനിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന ഭയങ്കര ഈ സിനിമ അങ്ങോട്ട് പരന്നു തുടങ്ങുന്ന സമയത്ത് കാണുന്ന സംഗതികളാണ് വടക്കൻ പാട്ട് ചിത്രം. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജെയിംസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പലിപ്പറമ്പിൽ, മലയാള വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ സിജു ജോസഫ്, ആഞ്ചലീന സജി എന്നിവർ പ്രസംഗിച്ചു.